Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363-364-2025 ഈ ഒരു പോസ്റ്റിന്റെ എക്സാം ഈ മാസം 25-ാം തീയതി നടക്കാൻ പോവാണ്. സോ ആദ്യമായിട്ട് ഒരു PSC എക്സാം എഴുതാൻ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എനിക്ക് ഒരുപാട് സംശയങ്ങളാണ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് മുതൽ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എൻറ്റയർ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജൂനിയർ അക്കൗണ്ടന്റിന്റെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ നിർബന്ധമായും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ഹോളിൽ 90 മിനിറ്റ്സ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്ത് നല്ല മാർക്കിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ദെൻ ഈ ഒരു പോസ്റ്റിന്റെ എക്സാം കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊമേഴ്സ് ബേസ്ഡിൽ നടക്കാൻ പോകുന്ന സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ്, ഇതിൻ്റെ ഒക്കെ ബാച്ച് ഓപ്പൺ ആണ് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന OMR ഷീറ്റ്. സോ അതിലോട്ട് പോണേക്കാൾ മുമ്പ് ആദ്യം പറയാനുള്ളത് എക്സാം ടൈം എന്ന് പറയുന്നത് 10:30 ആണ്. അരമണിക്കൂർ നിങ്ങൾക്ക് ഇതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള ടൈം. ദെൻ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. 1.5 മണിക്കൂറാണ് എക്സാം വരിക. സോ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്, നിർബന്ധമായും ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ആ സ്കൂളിലെത്താം. എവിടെയാണ് എക്സാം നടക്കണമെങ്കിൽ അവിടെ എത്താം, ഒരു 15 മിനിറ്റ് എങ്കിലും. കാരണം ഞാൻ എൻ്റെ ആദ്യത്തെ കാലഘട്ടത്തിൽ PSC ഒക്കെ എഴുതുന്ന സമയത്ത് ഒരു 3 മുതൽ 4 വരെ എക്സാമുകൾ 1 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് മിസ്സായി പോയിട്ടുണ്ട്. 1 മിനിറ്റ് അവിടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ട്രൈ ചെയ്യുക. ജസ്റ്റ് ഒരു സെക്കൻഡിന് ലേറ്റായി അവിടെ എത്തിയാലും ആ കുട്ടീനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടൊന്നും വരാനൊന്നും പോണില്ല. ശരിക്കും ആ കുട്ടീനെ കടത്തി വിടാം, ശരിക്കും ഒരു പ്രശ്നമൊന്നുമല്ല. ബട്ട് നമ്മുടെ അവിടെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾക്ക് വളരെ സ്ട്രിക്റ്റാണ്. ഗേറ്റ് അടയ്ക്കാൻ പോകുന്ന സമയത്താണ് നിങ്ങൾ എത്തണമെങ്കിൽ അവർ വേഗം അടച്ചു, നിങ്ങളെ കയറ്റില്ല. അതാണ് എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സമയത്തിന് തന്നെ എത്താൻ നോക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അതാണ് ആദ്യം പറയാനുള്ള കാര്യം. ഓക്കെ, ഇനി എക്സാമിന് പോകുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു ആധാർ. എല്ലാവരുടെ കയ്യിൽ ആധാർ ഉണ്ടാവും. അപ്പോൾ ID എന്ന് പറയുന്നത് ആധാർ വയ്ക്കുകയായിരിക്കും നല്ലത്. ഓക്കെ, ആധാറോ ഡ്രൈവിംഗ് ലൈസൻസോ എന്ത് വേണമെങ്കിലും വെക്കാം ID പ്രൂഫായിട്ട്. അപ്പോൾ ആധാറോ ഡ്രൈവിംഗ് ലൈസൻസോ എന്ത് വേണമെങ്കിൽ ഒരെണ്ണം വെക്കുക, ഏതെങ്കിലും ഒരെണ്ണം. ദെൻ പിന്നെ അഡ്മിറ്റ് കാർഡ്, അത് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. തലേദിവസത്തേക്ക് വെക്കേണ്ട, ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു 2 പെന്ന്, ബ്ലാക്കോ ബ്ലൂവോ ഏതെങ്കിലും 2 പെന്ന്, വേറെ ഒന്നും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ വേണ്ടേ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സമയത്തിനെത്താ, ഈ കാര്യങ്ങൾ മാത്രം പിടിക്കുക, വേറെ ഒന്നും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി ഞാൻ പറഞ്ഞു 11 മണിക്കാണ് എക്സാം എങ്കിലും നമ്മൾ 10:30 അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു. 10:30 അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർമാർ നമുക്ക് ഈ OMR ഷീറ്റ്, ഇതേപോലത്തെ ഉള്ള ഒരു OMR ഷീറ്റാണ് നൽകുക. ഒരുപാട് PSC എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ട് എഴുതുന്ന കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഒരു തപ്പിപ്പിടുത്തം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതേപോലത്തെ ഒരു OMR ഷീറ്റാണ് നൽകുക. ഇതിന് 2 പാർട്ടുകളുണ്ട്, കണ്ടോ. പാർട്ട് A ഉണ്ട്, പാർട്ട് B ഉണ്ട്. പാർട്ട് Bയിലാണ് നിങ്ങൾ ആൻസർ കൊടുക്കേണ്ട OMR ആൻസർ ഷീറ്റ് എന്ന് പറയുന്നത്. പാർട്ട് A എന്ന് പറയുന്നത് നമ്മുടെ ഡീറ്റെയിൽസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള രജിസ്റ്റർ നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അരമണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു കൂൾ ഓഫ് പീരീഡ് ആണ് ഈ അരമണിക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ടീച്ചർമാർ തരും. കണ്ടോ, എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളിത് ഇവിടെ മുറിച്ചിട്ട് 2ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇൻവിജിലേറ്റർ സൈൻ ചെയ്യുന്ന സ്ഥലമാണ്. ഏറ്റവും ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യേണ്ട സ്ഥലമാണ് ഈ പറയുന്ന പാർട്ട് A. കാരണം ഇത് നമുക്ക് റീപ്ലേസ് ചെയ്ത് തരില്ല. തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ തരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. സിമ്പിളാണ് കാര്യമെങ്കിലും അബദ്ധങ്ങൾ കാണിച്ച് വെക്കരുത്. രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ഉണ്ടാവും. ആ ഹാൾ ടിക്കറ്റ് നോക്കിയിട്ട്
കണ്ടോ, ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതുക. മുകളിൽ ഇപ്പോൾ ഏതാണ് നമ്പറെങ്കിൽ ഇവിടെ ഇങ്ങനെ അത് എഴുതി വയ്ക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, എങ്കിൽ അത് എഴുതി വയ്ക്കുക. ഇപ്പോൾ 2 ആണെങ്കിൽ 2ൻ്റെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്തായാലും ജസ്റ്റ് ആദ്യമായിട്ട് പോകുന്ന ആൾക്കാർക്കൊന്ന് പറഞ്ഞു തരണമെന്ന് മാത്രം. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക. കേരള PSC ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ മോക്ക് ടെസ്റ്റ് പർച്ചേസ് ചെയ്യാൻ പ്ലേ സ്റ്റോറിൽ പോവുക. നമ്മുടെ ആപ്പ് കാണാൻ സാധിക്കും. അതിൽ മോക്ക് ടെസ്റ്റിൻ്റെ മാത്രമായിട്ടുള്ള ബാച്ച് ഉണ്ട്. അതിൽ പോയി കണ്ടൻസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ മോക്ക് ടെസ്റ്റും കാണാം. ഇപ്പോൾ 5 എണ്ണം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഫുൾ ഡീറ്റെയിൽസ് ഒരു എക്സാമിൻ്റെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാം, ഓരോ ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു 3-4 ചോദ്യങ്ങളിലൂടെ ആൻസർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് വരുന്നതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. സോ നമ്മളിപ്പോൾ ഒരു 4 ചോദ്യങ്ങൾ ആൻസർ ചെയ്തു. അതിന് ശേഷം നമ്മളതിൻ്റെ റിപ്പോർട്ടിലോട്ട് പോവുകയാണെങ്കിൽ സ്കോർ കാണാം, എത്ര അറ്റൻഡ് ചെയ്തു എന്ന് കാണാം, സമ്മറി ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ സാധിക്കും, ഗ്രാഫ് അടക്കം. അതിൻ്റെ സൊല്യൂഷൻ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റോങ് ആൻസർ ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ നോക്കിയാൽ കാണാൻ സാധിക്കും. കണ്ടോ, ആദ്യത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. റോങ് ആൻസർ ആണെങ്കിൽ ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് പർച്ചേസ് ചെയ്ത് കണ്ടോ, അതിൻ്റെ റിപ്പോർട്ട് ഇതൊക്കെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ബൂസ്റ്റർ മോക്ക് ടെസ്റ്റ്, ഒറ്റ മോക്ക് ടെസ്റ്റ് മാത്രം മതിയെങ്കിൽ 100 rupees അതും അവൈലബിൾ ആണ്. ഇനി അത് മാത്രമല്ല, മോക്ക് ടെസ്റ്റിൻ്റെ കൂടെ 10 മൊഡ്യൂളിൻ്റെ MCQs വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. ഓരോ മൊഡ്യൂളിൻ്റെയും PDF MCQ, അതിൻ്റെ MCQ ഡിസ്കഷൻ, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് മോക്ക് ടെസ്റ്റ് ഉള്ള ബാച്ചും അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങളുടെ നമ്പർ ഏതാണെങ്കിൽ നമ്പർ ഇവിടെ എഴുതിയതിന് ശേഷം ഈ പറയുന്ന കാര്യങ്ങൾ രജിസ്റ്റർ നമ്പർ ഫില്ല് ചെയ്യുക. ക്ലിയർ ആയിട്ട് ഫില്ല് ചെയ്യുക. ബബിൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ആ കറക്റ്റ് സ്പേസിൽ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ട്, ഡേറ്റ് ഓഫ് എക്സാമിനേഷനും ഉണ്ട്. തെറ്റിച്ച് എഴുതി വയ്ക്കരുത്, സിമ്പിളായിട്ടുള്ള കാര്യമാണെങ്കിലും. സോ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണെങ്കിൽ ഡേ, മന്ത്, ഇയർ ഈ ഒരു ഫോമാറ്റിൽ കൊടുക്കുക. അതിനുശേഷം നെയിം ഓഫ് പോസ്റ്റ് ഫോർ വിച്ച് എക്സാമിനേഷൻ ഈസ് കണ്ടക്റ്റഡ്. അപ്പോൾ ഏതാണ് പോസ്റ്റ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കേണ്ടത്. നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ കറക്റ്റ് ആ പോസ്റ്റിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കേരള PSC ജൂനിയർ അക്കൗണ്ടൻറ്റ് കാറ്റഗറി നമ്പർ, നിങ്ങളിപ്പോൾ ചില ആൾക്കാർ 363 മാത്രമാണെങ്കിൽ കാറ്റഗറി 363 മാത്രമായിരിക്കും ഉണ്ടാവുക. 364 കൂടി ഉണ്ടെങ്കിൽ സ്ലാഷ് ഇട്ടിട്ട് 364. നിങ്ങളുടെ ആ ഹോൾ ടിക്കറ്റിൽ എന്താണോ പോസ്റ്റ് എഴുതി വെച്ചിട്ടുള്ളത്, അത് എത്രയൊക്കെ പോസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് ഷോർട്ടാക്കിയിട്ട് ഇതിൽ കാണിക്കാൻ പറ്റുന്ന പോലെ ഷോർട്ടാക്കി കാണിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നെയിം ഓഫ് പോസ്റ്റ് ഫോർ വിച്ച് എക്സാമിനേഷൻ ഈസ് കണ്ടക്റ്റഡ് അവിടെ എഴുതേണ്ടത്. പിന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, അതിപ്പോൾ 25/4/2026. ഇത്രയാണ് നിങ്ങൾക്ക് അരമണിക്കൂർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് തെറ്റിക്കാണ്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ വേണമെങ്കിൽ മുറിച്ച് അപ്പോൾ തന്നെ അവിടെ വെക്കാം. നമ്മൾ കഴിയാണ്ട് ഒരു 5 മിനിറ്റ് മുമ്പാണ് ഇവരിത് കളക്ട് ചെയ്യാൻ വരാം. ഇവിടെ മുറിക്കുക എന്ന് പറയണത്, ഇവിടെ മുറിച്ച് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷമാണ് നമുക്കിനി ആൻസർ ഷീറ്റിലോട്ട് കിടക്കേണ്ടത്. ഇതാണ് ആൻസർ ഷീറ്റ് വരുന്നത്. ഇതാണ് നമ്മൾ ആൻസർ കൊടുക്കേണ്ടത്. 11 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു 5 മിനിറ്റ് മുമ്പ് ബെല്ലടിയും. അപ്പോൾ 5 മിനിറ്റ് മുമ്പ് ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നൽകും. 11 മണിയായിട്ടത് തുറന്നാൽ മതി. ആ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 11 മണിക്ക് തുറന്നാൽ മതി. പല കുട്ടികളും അതിൻ്റെ ഇടയിൽ കൂടെ അത് നോക്കലും പിടിക്കലൊക്കെ കാണാറുണ്ട്. ടീച്ചർമാർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 11 മണിയാകുമ്പോൾ മാത്രം അത് ഓപ്പൺ ചെയ്ത് ആൻസർ ചെയ്ത് തുടങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് 11 o'clock ആകുമ്പോൾ ഇതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ നൽകും. സോ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ കണ്ടോ, 100 ചോദ്യങ്ങൾ എന്ന് പറയണു, 100 മാർക്സ്, 1.5 മണിക്കൂറാണ് എക്സാം. ഇൻസ്ട്രക്ഷൻ ടു ദ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുകളിൽ തന്നെ കാണാൻ പറ്റും. അത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നൽകും. ഇതിൻ്റെ മോൾ ഭാഗം ഉള്ളതാണ്. അതിനുശേഷം 100 ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ 100 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെയുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എത്രത്തോളം ടഫായുള്ള പേപ്പറാണ് എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ 1 മിനിറ്റ് നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണോ, ഡയറക്റ്റ് ചോദ്യങ്ങളാണോ, ഏത് പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് കൂടുതലെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടെന്ന് ഇരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈസിയസ്റ്റ്
കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയാസ് ഓൾറെഡി പഠിച്ചിട്ടുള്ളത് മനസ്സിലുണ്ടെങ്കിൽ ആ പാർട്ട്, കാരണം എല്ലാത്തിൽ നിന്നും 10 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ പാർട്ട് ഡിറക്റ്റ് ചോദ്യങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുള്ള ലോട്ട് നിങ്ങൾ വേഗം പോവുക. അല്ലാണ്ട് ഓർഡറിൽ തന്നെ ചെയ്യണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നമ്പർ 21 മുതലുള്ള ചോദ്യങ്ങൾ എനിക്ക് കൂടുതൽ അറിയാം, അല്ലെങ്കിൽ ആ ടോപ്പിക് കോസ്റ്റ് കുറച്ചും കൂടി അറിയാമെങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നമ്പർ 21 കിടക്കുക. അല്ലാണ്ട് ഓർഡറിൽ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ദെൻ ഓരോ പാർട്ടിലും സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഡിറക്റ്റ് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഡിറക്റ്റ് ചോദ്യങ്ങൾ വേണമെങ്കിൽ ക്വിക്കായിട്ട് ചെയ്ത് അവസാനിപ്പിച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് അവസാനം പിടിച്ചാലും മതി. ദെൻ പ്രോബ്ലം ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം ടൈപ്പ് ചോദ്യങ്ങൾ അവസാനത്തേക്ക് വെച്ചാലും മതി. കാരണം എത്രത്തോളം സിംപ്ലസ്റ്റ് ചോദ്യങ്ങൾ ആദ്യം അവസാനിപ്പിക്കാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് കോൺഫിഡൻസ് കൂടും, ടൈം നമ്മുടെ കയ്യിൽ നിൽക്കും. അപ്പം നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണ് എങ്കിൽ അത് അപ്ലൈ ചെയ്ത് നിങ്ങൾ കാര്യങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അതല്ലാണ്ട് ഈ ഓർഡറിൽ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ദെൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യം ഞാൻ പറയണത്, ചെറിയൊരു സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുത്തരുത്, അറിയുന്നത് മാത്രം കുത്തിപ്പോകുക. 60-നും 70-നും ഇടയിലാണ് അല്ലെ മിക്കതും, അല്ലെങ്കിൽ ഒരു 70 ലെവല് മിനിമം നമ്മൾ ഈ ഒരു കട്ട് ഓഫ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ ഒരു 80 ചോദ്യങ്ങളെങ്കിലും നമുക്ക് അറിയാവുന്നത് കുത്തിപ്പോരാ. അതാണ് നമ്മുടെ ഒരു എയിം, മിനിമം. അതിനായിട്ടും കൂടുതൽ അറിയാമെങ്കിൽ കുത്തിക്കോളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. അറിയുന്നൊരു 80 ചോദ്യങ്ങളെങ്കിലും നമുക്ക് കുത്താൻ സാധിക്കണം. കാരണം 1/3 അവിടെ നെഗറ്റീവ് മാർക്കാണ്. പിന്നെ ബബിൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. കണ്ടോ, ഇപ്പം ഇതാണ് കറക്റ്റെങ്കിൽ ഇവിടെ മാത്രം കറക്റ്റ് ഇതാക്കുക. കാരണം പ്രോപ്പർ അല്ല ബബിൾ ചെയ്യുമെങ്കിൽ അത് കയ്യിൽ നിന്ന് പോവും. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ ബബിൾ ചെയ്യുക, ഒന്നിലധികം ബബിൾ ചെയ്യരുത്. അപ്പോൾ അറിയുന്നത് മാത്രം ചെയ്യുക, ഓർഡറിൽ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും. ദെൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വർക്കിംഗ് ഷീറ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേപ്പറിലാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇതൊക്കെ ഓൾറെഡി അറിയുന്ന ആൾക്കാരുണ്ടായിരിക്കും. ആദ്യമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഇനി ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഇപ്പോൾ ഈ പറഞ്ഞു തന്നെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, മോഡിഫൈഡ് OMR ഷീറ്റ്സ് നമുക്ക് തരും. ആൽഫ കോഡ് പലതും ഉണ്ടായിരിക്കും. ആൽഫ കോഡ് ഓരോരുത്തർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു തന്നെ ഒന്ന് കാണിച്ചു തരാണ് കേട്ടോ. രജിസ്റ്റർ നമ്പറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. OMR ഷീറ്റ് ബുക്ക്ലെറ്റ് വിൽ നോട്ട് ബി റീപ്ലേസ്ഡ്. ഇത് PSCയുടെ ഇൻസ്ട്രക്ഷനാണ് കേട്ടോ, റീപ്ലേസ് ചെയ്ത് തരില്ല. പിന്നെ ആൻസർ ഷീറ്റ് ഒന്നും മോശമാക്കി വെക്കരുത്. പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് വായിക്കുക. രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, നെയിം ഓഫ് ദ പോസ്റ്റ്, ഇതൊക്കെ പ്രോപ്പറായിട്ട് എഴുതി വയ്ക്കുക. ഇൻ ദ കോളം പ്രൊവൈഡഡ് ഡേറ്റ് ഓഫ് ബർത്തും ഇതൊക്കെ പ്രോപ്പറായിട്ട് തന്നെ കാണിക്കണം. OMR ഷീറ്റ് ഒരു പ്രാവശ്യം തന്നത് വിൽ നോട്ട് ബി റീപ്ലേസ്ഡ്. കണ്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. റീപ്ലേസ് ചെയ്ത് തരില്ല, കറക്റ്റായിട്ട് തന്നെ ഇതുപോലെ ബബിൾ ചെയ്യുക. 1/3 എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കാണ്. അതുകൊണ്ട് തന്നെ അറിയുന്നത് മാത്രം കുത്തിപ്പോവുക. മോർ ദാൻ 1 ആൻസർ കൺസിഡർ ചെയ്യില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാൽക്കുലേഷന് വേണ്ടിയിട്ട് ബ്ലാങ്ക് ഷീറ്റ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു പാർട്ട് എയും പാർട്ട് ബിയും എന്ന് പറയണത് ഈ OMR ഷീറ്റിൻ്റെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. OMR ഷീറ്റ്സ് ഓഫ് കാൻഡിഡേറ്റ്സ് ഹു ഡു നോട്ട് ആൻസർ അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ വിൽ ബി ഇൻവാലിഡേറ്റഡ്. ഒരു ചോദ്യങ്ങളും ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് വാല്യൂ ചെയ്യില്ല എന്ന്. എന്തെങ്കിലും ഒരെണ്ണെങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. ഇനി ആഫ്റ്റർ ദ ടൈം അലോട്ടഡ് ഫോർ ദ ടെസ്റ്റ് ഈസ് ഓവർ, സെപ്പറേറ്റ് A and B. ഞാൻ പറഞ്ഞു along the dotted line നമ്മളത് കീറി കൊടുക്കുക and hand over both part to the assistant superintendent. Violation will result in invalidation of answer script. ഇതൊന്നും പ്രോപ്പറായിട്ട് നിയമങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പ്രത്യാഘാതം കിട്ടുമെന്നാണ് പറയുന്നത്. Then after each OMR examination, Kerala PSC will publish its question paper in a code and provisional answer key of all other versions of question papers through profile of present candidate and official website. ഇതിൻ്റെ ആൻസർ കീയും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിലൂടെ കൊടുക്കുന്നതാണ്. Candidates can submit their complaints regarding the provisional answer key only through the answer key complaint link provided in their profile within stipulated time. പ്രൊഫഷണൽ ആൻസർ കീ കൊടുക്കുമ്പോൾ നമുക്ക് അതിലെന്തെങ്കിലും എന്താണ് കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇവർ പറയുന്ന രീതിയിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. കംപ്ലയിൻറ്റ് സബ്മിറ്റഡ് ത്രൂ എനി അതർ മോഡ് ഡയറക്ട്ലി ഓർ ബൈ പോസ്റ്റ് ഓർ ബൈ മെയിൽ വിൽ സമ്മേർലി ബി റിജക്റ്റഡ്. വേറൊരു രീതിയിലും ആക്സെപ്റ്റ് ചെയ്യില്ല. ഇവർ പറഞ്ഞ രീതിയിൽ മാത്രമേ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ
100 ചോദ്യങ്ങളും പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക. 100 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ 100 ചോദ്യങ്ങൾ വായിക്കുക, നമുക്ക് അറിയുന്ന ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യുക. എക്സാം ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയതല്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാതും കറക്കി കുത്തി പോരരുത്, നെഗറ്റീവ് മാർക്ക് ഉള്ളതാണ്. ഇതിന് എക്സാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ചില ആൾക്കാർക്ക് സംതൃപ്തി ഉണ്ടാവും, ചില ആൾക്കാർക്ക് സംതൃപ്തി ഉണ്ടാവില്ലാക്കണം. ഇത് ഒന്നിൻ്റെയും എൻഡല്ല. ഇത് കഴിഞ്ഞാൽ പുതിയ എക്സാം വരും. നമുക്ക് ഇടാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഇടാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എക്സാമുകളിൽ പോയിട്ട് ആദ്യമായിട്ടാണ് ഈ എക്സാം, അന്നാണ് എക്സാം ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആകെ തപ്പിപ്പിടുത്തായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മോക്ക് ടെസ്റ്റ് നിർബന്ധമായും ടൈമർ വെച്ച് പ്രാക്ടീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസ് നമ്മുടെ ആപ്പിലൂടെ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി കഴിയണമെങ്കിൽ KCS ക്ലാസ്സസിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. മോക്ക് ടെസ്റ്റ് ബാച്ച് ഉണ്ട്, അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ഏകദേശം 10 വരെ മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ബൂസ്റ്റർ മോക്ക് ടെസ്റ്റ് മാത്രം മതി, 2 അവൈലബിൾ ആണ്. അങ്ങനെയുണ്ട് വേറെ ബാച്ച്. അപ്പോൾ ഏതാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് PSC എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യമായിട്ട് എഴുതുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നാളെ കൃത്യം 7 മണിക്ക് നമ്മുടെ ലൈവ് മെഗാ മാരത്തോൺ നമ്മൾ ആരംഭിക്കാൻ പോവാണ്. എല്ലാവരും 7 മണിക്ക് കൃത്യം ജോയിൻ ചെയ്യുക. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. എല്ലാവരും അറ്റൻഡ് ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.